നമസ്കാരം. ദേ ഈ ദൃശ്യം അങ്ങോട്ട് നോക്കി, ശ്രദ്ധിച്ചു നോക്കണം. ആരാണ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചിന്തിച്ച്. കണ്ടോ? ആരാണെന്ന് പുടി കിട്ടിയ ഒരു അഖില ലോക ടപ്പിയോക്ക. ടപ്പിയോക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ നാട്ടിൽ കിഴങ്ങ് എന്ന് പറയും. അങ്ങനെ ഒരു അഖില ലോക ടപ്പിയോക്ക അഥവാ ടപ്പിയോക്കൻ എന്ന് നമുക്ക് പറയാം. അവരെ മൗദൂദി അങ്ങ് ആഘോഷിക്കുകയാണ്. പിണറായിക്കെതിരെ ധർമ്മടത്ത് 6 റൗണ്ട് ലീഡ് എടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ ഒരു MLA ബോർഡ് വെച്ച ഒരു കാറും കൊടുത്ത് ആ ടപ്പിയോക്കനെ നമുക്ക് എന്ത് ചെയ്യാം? നിയമസഭയിലിരുത്താം. ആ ടപ്പിയോക്കൻ്റെ വീരസാഹസിക പ്രകടനമാണ് നിങ്ങൾ കണ്ടത്. എങ്ങനെയുണ്ട്? അതായത് സമരത്തിന് KSU പിള്ളേരോടൊപ്പം നേതൃത്വം കൊടുക്കുകയാണ്. ഒരു പോലീസിന്റെ സൈറൻ കേട്ടതേ ഉള്ളൂ. ഒറ്റ ഓട്ടം ഓടിച്ചെന്ന് ഉടുമുണ്ടഴിച്ച് തലയിലിട്ട് കണ്ട മരിച്ചിരിപ്പാടം വഴി ഓടി രക്ഷപ്പെട്ട മഹാനെയാണ് ഇപ്പോൾ 6 റൗണ്ട് ലീഡെടുത്തു എന്നതിൻ്റെ പേരിൽ മൗദൂദി ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി എന്തോ ഹീറോ ആയിട്ട് അവതരിപ്പിക്കുന്നത്. ഒരാൾ ഹീറോ ആകുന്നത് എപ്പോഴാണ്? സമരത്തിൽ ഇറങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ വീരോചിതം നിന്ന് എന്താണോ സമരത്തിന്റെ ദൗത്യം അത് പൂർത്തീകരിക്കാൻ നേതൃത്വം കൊടുക്കുന്നവനാണ്. മരിച്ചിരിപ്പാടം കണ്ടതും ആ ഉടുമുണ്ടെടുത്ത് തലയിട്ട് ഓടിയ ഈ മഹാൻ ഇന്നിപ്പോൾ കൊണ്ടു നിർത്തി കുറച്ച് മുസ്ലിം വോട്ട് കേന്ദ്രീകരിച്ച് അവന് ലീഡ് നേടിക്കൊടുത്തു എന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ ഈ നാട്ടിൽ വലിയ മഹാനാണത്രേ. ഇത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കെട്ടിയിറക്കുന്ന ചില മഹാന്മാരെയെല്ലാം വലിയ ഹീറോ ആയിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിൽ മെഷീനറി ഉണ്ട് എന്ന മൗദൂദികളുടെ തന്ത്രം ഉപയോഗപ്പെടുത്തി കുറച്ച് മൗദൂദി കുട്ടികളെ കൊണ്ടുവന്നിരുത്തി ഈ ടപ്പിയോക്കൻ്റെ എല്ലില്ലാത്ത നാവ് വെച്ചിട്ട് കുറേ വിവരക്കേടുകൾ പറയുമ്പോൾ അതെന്തോ മഹത്തരമായ സംഭവം എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഈ ആറാട്ടണ്ണനെയും വേറെ ചില കെടുതികളുണ്ടല്ലോ, നമ്മുടെ പാരലൈജി എന്നൊക്കെ പറയുന്ന ചില ഐറ്റങ്ങൾ ഉണ്ടല്ലോ, അതുപോലെ മറ്റൊരു ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള ചില ആൾക്കാരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുന്നത്, അവരെല്ലാം വലിയ ഇൻഫ്ലുവൻസർമാരായിട്ടാണോ? അല്ലല്ല. ചിലരിങ്ങനെയാണ്. ചില ശിക്കാരി ശംഭുമാരുണ്ട്. വച്ച വടി ഒരിടത്ത് കൊണ്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കൊണ്ടു കഴിഞ്ഞാൽ അവനെ ഹീറോ ആക്കി മാറ്റുന്ന ശിക്കാരി ശംഭുമാരെ ഇതുപോലെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ ഹീറോ ആയിട്ട് അവതരിപ്പിക്കും. കേട്ടാ തോന്നും ഇപ്പോൾ ധർമ്മടത്തെ MLA ആരാണ്? അത് ഇനി പിണറായി വിജയനല്ല, ഈ പറയുന്ന ടപ്പിയോക്കനാണെന്ന് നമുക്ക് സംശയമുണ്ടാകും. ആ രീതിയിലാണ് മൗദൂദികളുടെ വെള്ളപൂശി ഹീറോയിസമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇമാതിരിയൊക്കെയുള്ള കെടുതികളെ സമൂഹത്തിന്റെ മുന്നിൽ സ്പേസ് ഉണ്ടാക്കാൻ രണ്ടേ കാരണമാണുള്ളത്. ഒന്ന് മതവും മറ്റൊന്ന് പണവും. ഇത് രണ്ടും മുൻനിർത്തിക്കൊണ്ട് വലിയ സംഭവകാശമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇതുപോലുള്ള പല കെടുതികളും വരും കാലങ്ങളിൽ രാഷ്ട്രീയങ്ങളിലെ മാലിന്യ സൃഷ്ടികളായിട്ട് മാറും. കാര്യം എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് നല്ല ലീഡർമാർ വരാത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ഇവരെയെല്ലാം വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി അങ്ങ് ഹൈപ്പ് ചെയ്യുകയാണ്. ആ ഹൈപ്പ് ചെയ്യുന്ന വ്യക്തിയുടെ റിയാലിറ്റി എന്താണെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ആ ദൃശ്യം കണ്ട് മനസ്സിലാക്കുക. അതോടുകൂടിയാണ് ഇയാളെ അഖില ലോക ടപ്പിയോക്കൻ എന്ന് KSUക്കാർ തന്നെ വിളിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത്.